നമ്മുടെ രാജ്യം ഭദ്രമാണോ? ഡൽഹിയിലും മുംബൈയിലുമൊക്കെ തീവ്രവാദികളെ എൻഐയും ദേശീയ ഏജൻസിലും വളഞ്ഞിട്ട് പിടിക്കുന്നു. പാകിസ്ഥാൻ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നു എന്ന US റിപ്പോർട്ടുകൾ ഒരാഴ്ച മുമ്പേ വന്നിരുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സഹായി റാണ സഹാനുള്ള ലഷ്കർ ഇ തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൻഹ സയ്യിദിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി. ഒരു വിവാഹ ചടങ്ങിൽ ഫൈസാബാദിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. 2008 മുംബൈ ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിന്റെ മകനാണ് ഈ തൽഹ സയ്യിദ് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ഇയാൾക്ക് ഇന്ത്യ, അമേരിക്ക പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയിലും ഉപരോധം വ്യക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭാരതത്തിന് എന്തോ ഒരു വലുത് സംഭവിക്കാനിരിക്കുന്നു. കാരണം നമുക്കല്ല, നമ്മൾ എന്തിനേയും എതിരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. അസാധാരണമായ ചില കാര്യങ്ങൾ ഇപ്പോൾ ന്യൂഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ സമയം, ചിട്ടവട്ടങ്ങൾ, ആ മൊമെന്റ് അവഗണിക്കാൻ പറ്റില്ല. ഒന്നിലധികം പാകിസ്ഥാൻ ചാരന്മാർ ഇന്ത്യയിൽ പിടിയിലാകുന്നു. ഒന്നോ രണ്ടോ പേരല്ല, ഒരുപാട് പേർ. അതിൽ ഇന്ത്യൻ സൈനിക നീക്കങ്ങളുടെ വിവരം ചോർത്തിയ പാക് ചാരൻ, ഉക്രൈനിയൻ ചാരന്മാർ, ഒരു US കൂലിപ്പടയാളി, അവരതിനെ ISI ഏജന്റ് എന്ന് പറയും. ഇത് മാത്രം മതി രാജ്യം അതീവ ജാഗ്രതയിലാണെന്ന് കരുതാൻ. ചില ലഷ്കർ ഇ തോയ്ബ കമാൻഡർമാർ പാകിസ്ഥാനിൽ അവരുടെ താവളത്തിനുള്ളിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ ഒരു സന്ദേശമാണ്. 6 വർഷം മുമ്പ് 2016 മുതൽ 2022 വരെ പാക് സൈനിക മേധാവിയായിരുന്ന മുൻ ജനറൽ ജാവേദ് ബജ്വ ഒരാഴ്ച മുമ്പ് മരിച്ചു. തന്റെ കുളിമുറിയിൽ തലയടിച്ച് വീണ് രക്തസ്രാവം സംഭവിച്ച് മരിച്ചു എന്നാണ് വാർത്ത വന്നത്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ആ വാർത്ത വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മസൂദ് അസറിന്റെ സഹോദരനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നിരിക്കുന്നു പാകിസ്ഥാനിൽ. അങ്ങനെയൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ അവിടെ ഉണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരാം. നോർത്തേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ പ്രതീക ശർമ്മ പരമ്പരാഗതവും അല്ലാത്തതുമായ യുദ്ധമുറകളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. ആധുനിക യുദ്ധം വെറും തോക്കുകൾ കൊണ്ട് മാത്രമല്ല നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. അത് സൈബർ ഇന്റലിജൻസ്, പിന്നെ സൈക്കോളജിക്കൽ, പിന്നെ രഹസ്യ നീക്കങ്ങൾ, ഇതെല്ലാം ഒരു മിക്സപ്പാണ്. കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്കുള്ളിൽ ഭാരതത്തിൽ ഉന്നതതല സുരക്ഷാ യോഗങ്ങൾ നടക്കുന്നു. അജിത് ഡോവൽ തന്ത്രപ്രധാനമായ ചില ചർച്ചകളിൽ പങ്കെടുക്കുന്നു, സജീവമായി പങ്കെടുക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ 4 സംസ്ഥാനങ്ങളിലെ പര്യടനത്തിനിടയിലും ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. ഇന്ത്യൻ സൈനിക നേതൃത്വം എല്ലാത്തിനും സജ്ജമാണെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ ആർമി ചീഫ് ജഗന്നാഥ് ക്ഷേത്രം സന്ദർശിച്ച് അവിടെ പ്രത്യേക പൂജകൾ നടത്തുന്നു. ഇന്ത്യൻ വ്യോമസേന മേധാവി സുവർണക്ഷേത്രമടക്കം സന്ദർശിച്ച് ചില പ്രാർത്ഥനകൾ നടത്തുന്നു. അങ്ങനെ രാജ്യത്ത് ഒരു സൈനിക നീക്കം, വളരെ സുപ്രധാനമായ ചില ഒന്നിലധികം ഇടങ്ങളിലെ നീക്കങ്ങൾ, അതൊക്കെ വളരെ പ്ലാൻഡ് ആണ്, വളരെ കൃത്യമായ രീതിയിൽ. കാരണം നമ്മുടെ ആയുധങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ സൈനിക മേധാവി പറഞ്ഞതുപോലെ, തോക്കുകൾ കൊണ്ട് മാത്രം നയിക്കാനുള്ളതല്ല ഇനിയുള്ള യുദ്ധമെന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. അങ്ങനെ നമ്മളെല്ലാ തരത്തിലും സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനുള്ളിൽ, നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനുള്ളിൽ, കാരണം പാകിസ്ഥാൻ എന്ന് പറയാൻ കാരണം ബംഗ്ലാദേശോ നേപ്പാളോ ഭൂട്ടാനോ ഒന്നും, ശ്രീലങ്കയോ ഒന്നും ഭാരതത്തിന് ഇത്തരമൊരു ഭീഷണി ഇപ്പോൾ ഉയർത്തുന്നില്ല. ബംഗ്ലാദേശ് ഏതാണ്ട് തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഇന്ധനമില്ല. ശ്രീലങ്ക നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്, അവർക്ക് ഇന്ധനം ഇന്ത്യ നൽകുന്നു, ബംഗ്ലാദേശിന് നൽകുന്നു, നേപ്പാളിന് നൽകുന്നു. എങ്ങനെ? ഇറാനിൽ നിന്നും ഇന്ത്യ കൊണ്ടുവരുന്ന ആ എണ്ണയാണ് ഇപ്പോൾ ഇവർക്ക് നമ്മൾ വിതരണം ചെയ്യുന്നത്. എന്തിനാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈബർ ഫസ്റ്റ് എന്ന ആ തത്വം, നയം, അയൽ രാജ്യങ്ങൾ അവർക്ക് ആദ്യം കൊടുക്കണം, എന്നിട്ട് മതി നമുക്ക്. അങ്ങനെയാണ് ആതിഥേയ മര്യാദ. നമ്മുടെ അതിഥികളോട്, നമ്മുടെ സഹായം ചോദിച്ചു വരുന്നവരോട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യ. നമുക്ക് പറയാനുള്ളത് പാകിസ്ഥാനെ മാത്രമാണ്. പാകിസ്ഥാനിൽ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ദുരൂഹ മരണങ്ങൾ, ഒരു പിടി ദുരൂഹ മരണങ്ങൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ സജ്ജമാകണ്ടേ? അതുതന്നെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ സൈനിക മേധാവിമാർ, കര, നാവിക, വ്യോമസേന മേധാവിമാർ ഒക്കെ എല്ലാത്തിനും സജ്ജരായി നിൽക്കുന്നത്. കാരണം ചില അസാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ നമ്മുടെ സൈനിക ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊന്നും ഔദ്യോഗികമായ വാർത്തകളല്ല,
ഒന്നും പുറത്തു പറയാൻ പറ്റുന്നതില്ല. പക്ഷേ ഇന്ത്യ എന്തിനെ നേടാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് ഇനി ഒരു പഹൽഗാം ആവർത്തിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് ഇനി ഒരു പാകിസ്ഥാൻ എന്നുള്ളൊരു ചതി താങ്ങാൻ പറ്റില്ല. താങ്ങാൻ ഇന്ത്യക്ക് ശേഷി ഉണ്ടായിട്ടല്ല, പക്ഷേ അത്തരമൊരു ചതി, ക്രൂരമായ ഒരു നീക്കം അത് ഇന്ത്യക്ക് താല്പര്യമില്ല. ഭാരതത്തിന് വേണ്ടത് നമ്മുടെ ജനതയുടെ സുരക്ഷയാണ്, സമാധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സൈനിക നീക്കങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചാലും അതിൽ ഇന്ത്യക്ക് ഒരു വിഷയമേ അല്ല. പക്ഷേ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യ, നമ്മുടെ കേന്ദ്ര സർക്കാർ, ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾ, കര, നാവിക, വ്യോമസേന വിഭാഗങ്ങൾ അവർ കൈയും കെട്ടി ഇനി നോക്കി നിൽക്കുമെന്ന് കരുതണ്ട. കാരണം ഇത് ലേസർ ആയുധങ്ങളുടെ ഒരു യുഗമാണ്. കാളി അടക്കം ഇന്ത്യക്ക് ലേസർ ആയുധങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. നമ്മുടെ DRDO അതൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം പ്രതിഫലം പാകിസ്ഥാന് കിട്ടാതിരിക്കണമെങ്കിൽ സ്വന്തം രാജ്യത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും വരൾച്ചയും ദാരിദ്ര്യവും ഒക്കെ എങ്ങനെ നന്നാക്കാം എന്നതിനെക്കുറിച്ച് വികസനോന്മുഖ നടപടികളെ, പദ്ധതികളെ കുറിച്ച് പാകിസ്ഥാൻ ആലോചിക്കുക, മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട എന്നാണ് ഇന്ത്യക്ക് പറയാനുള്ളത്.